ഹലോ, എല്ലാവർക്കും സ്റ്റെപ്സ് വേൾഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ട്രാവൽ വ്ളോഗാണ്. ഇന്ന് ഞങ്ങളുടെ 10th ആനിവേഴ്സറി ആണ്. അപ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലം തികഞ്ഞല്ലോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു കേക്ക് കട്ടിംഗ് ഒന്നും വേണ്ട, ഇപ്രാവശ്യം ഒന്ന് പുറത്തൊക്കെ പോയി ഒന്ന് കറങ്ങാം എന്ന് വിചാരിച്ച് ഞങ്ങളെല്ലാവരും ഒരു ഉച്ചയ്ക്ക് ഞങ്ങൾ ഇറങ്ങി. ഒരു 3 ആ ഒരു ടൈമിൽ ഇറങ്ങി. അപ്പം ഞങ്ങൾ പോകുന്നത് പിയർ 39 എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ്. ഞങ്ങളൊരു 6 ഇയേഴ്സ് ബിഫോർ ഞങ്ങളിത് പോയിട്ടുണ്ട് ഇവിടേക്ക്, പക്ഷെ വല്ലാതെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അവിടെ. അപ്പം മക്കളൊക്കെ എത്രയായ സ്ഥിതിക്ക് അവരെയും കൂട്ടി അവർക്കും എൻജോയ്മെൻറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണ്ടേ എന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയതാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ നിന്നൊരു 45 മിനിറ്റ്സോളം ട്രാവലിംഗ് ഉണ്ട്. അപ്പോൾ അതൊരു സിറ്റിയിലേക്കാണ് പോകുന്നത്, നമ്മുടെ സാൻ ഫ്രാൻസിസ്കോ സിറ്റിയിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുറേ ബിൽഡിങ്സും അങ്ങനെയൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്കെല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ US നിന്ന് വിട്ടിട്ട് 4 ഇയേഴ്സായി. തിരിച്ച് വന്നിട്ട് വേണമെങ്കിൽ ആദ്യത്തെ ട്രിപ്പായിരിക്കാം, ഒരു കുഞ്ഞ് ട്രിപ്പാണെന്ന് തന്നെ പറയാം. അപ്പം മക്കൾ ചെറുതായിരുന്നപ്പോഴാണ് പോയത്. മോൻ 1 വയസ്സായപ്പോൾ പോയതാണ്. ഇപ്പോൾ അവന് 4 ഇയേഴ്സായി. അപ്പോൾ അവർക്ക് ഈ ബിൽഡിങ്സും ഈ ഒരു ഏരിയ ഒന്നും അവർ കണ്ടിട്ട് കൂടെ ഇല്ല. അപ്പോൾ എന്തായാലും അവരും ഹാപ്പി ആയിരുന്നു. വെൽക്കം ടു പിയർ 39. അവസാനം നമ്മളിത് എത്തി. ഇനി കാർ പാർക്കിങ്ങുള്ള വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. സമ്മറൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നുണ്ട്, നല്ല റഷായിരുന്നു, നല്ല പോലെ ക്രൗഡഡ് ആയിരുന്നു ആളുകൾ. അപ്പോൾ നമ്മൾ കാറൊക്കെ പാർക്ക് ചെയ്ത് അവർ സൂപ്പർ ഹാപ്പി ആയിരുന്നു. ഇതൊരു സ്ട്രീറ്റ് ഡാൻസ് ആയിരുന്നു, പറയാതിരിക്കാൻ വയ്യ. കാത്തിരുന്ന് അവസാനം ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഓൾമോസ്റ്റ് 10 മിനിറ്റ്സോളം അവർക്ക് വേണ്ടി കാത്തിരുന്ന അവസാനം പിള്ളേരെല്ലാം പറഞ്ഞു നമുക്ക് പോകാമെന്ന് പറഞ്ഞു. കാരണം അവർ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറച്ചിലല്ലാതെ അവർ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ അവിടെ നിന്ന് സ്ഥലം വിട്ടു. നിങ്ങൾക്ക് ഈ വീഡിയോ കാണിച്ചു തരാൻ തന്നെ കാരണം ഞങ്ങൾ അത്ര അധികം വെയിറ്റ് ചെയ്തു. എനിക്ക് തോന്നുന്നു മോർ ദാൻ 10 മിനിറ്റ്സ് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ അവസാനം നടന്നു. അതിൽ നല്ല ക്രൗഡഡ് ആയിരുന്നു. എൻ്റെ ആ ബാക്കിൽ കാണുന്നതാണ് പിയർ 39. അപ്പോൾ കുറേ പിയറുകളുണ്ട്. അതിൽ 39th പിയറിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. പിയർ എന്താണെന്നറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പ്ലാറ്റ്ഫോമാണ് വിത്ത് പില്ലേഴ്സൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മൾ ഈ കടലിലേക്ക് ഉള്ളിലേക്ക് നീങ്ങിയിട്ടുള്ളൊരു സ്ഥലത്തിനെയാണ് ഈ പിയർ എന്ന് പറയുന്നത്. അങ്ങനെ കുറേ പിയറുകളുണ്ട്. അപ്പോൾ ഇന്നലെ തന്നെ കുറേ ഞാൻ നോക്കി, അവർക്ക് ഇഷ്ടപ്പെടാവുന്ന കുറച്ച് സ്ഥലങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓരോ പോയിന്റിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു മിറർ മെയ്സാണ്. നമ്മൾ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഫുൾ മിററുകളാണ്. അപ്പോൾ നടക്കുമ്പോൾ പിള്ളേർക്ക് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് ആക്ച്വലി. അവിടെ വന്ന് തട്ടും, കാരണം ഫുൾ മിററല്ലേ. അപ്പോൾ അവരെന്തായാലും ഈ ഒരു സ്ഥലം നന്നായി എൻജോയ് ചെയ്യുന്നറിയായിരുന്നു. കാരണം ഞാൻ ഒരിക്കൽ ഇവിടെ വന്നപ്പോൾ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടായിരുന്നു. ഇങ്ങോട്ട് മാത്രമേ കയറിയിട്ടുള്ളൂ, ഞങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല പണ്ട്. പക്ഷേ ഇത് എല്ലാവർക്കും, പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ഥലമാണ്. കാരണം നമ്മൾ കറക്റ്റ് നടക്കുമ്പോൾ ഏതാ വഴിയെന്ന് അറിയില്ല, കാരണം എല്ലാം അവിടുത്തെ മിററാണ്. അപ്പോൾ നമ്മൾ കറക്റ്റ് ഒന്ന് തട്ടാണ്. പിന്നിലുണ്ടാവണം കേട്ടോ, പിടിക്കണം എവിടെയെങ്കിലും. നിങ്ങൾക്കിത് കണ്ട് ബോറടിക്കുന്നില്ലെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഞാൻ കുറച്ച് ഭാഗങ്ങൾ എന്തായാലും കാണിക്കുന്നുണ്ട്. ഞാൻ ഒന്നും അത്ര അധികം സ്കിപ്പ് ചെയ്ത് കളയുന്നില്ല. നമുക്ക് എത്ര നേരം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം കേട്ടോ. പക്ഷെ ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി ഒരു 1 or 2 റൗണ്ട്സ് കഴിഞ്ഞപ്പോൾ തന്നെ പിള്ളേർക്ക് പിന്നെ മടുത്തു. നമ്മുടെ നാട്ടിലും ഹോട്ടൽസിലൊക്കെ ഇങ്ങനെ ദോശ ഉണ്ടാക്കാനാണ് ജോസ് പറയുന്നത്. അങ്ങനെ ഞാൻ ലയറേനെ ധൈര്യം കൊടുത്ത് ഞാനും ലയറയും കൂടിയിട്ട് ഇതിനെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഇതിങ്ങനെ മുകളിൽ പോയി നമ്മുടെ വീഗാലാൻഡിലൊക്കെ സ്പേസ് ഗൺ എന്ന് പറയും, അതേപോലെയൊക്കെ ഒരു സാധനം തന്നെ. എൻ്റെ ദൈവമേ, ഞാൻ ഓളിട്ട് ഞങ്ങൾ 2 പേരും താഴേക്ക് വരുമ്പോൾ സൂപ്പർ ഓളിട്ടില്ലായിരുന്നു കേട്ടോ. പക്ഷെ എനിക്ക് ഇച്ചിരി പേടിയുണ്ടെങ്കിലും ലയറയ്ക്ക് ഒട്ടും പേടിയുണ്ടായിരുന്നില്ല. അവർക്ക് നല്ല ഇൻട്രസ്റ്റായി ഇങ്ങനത്തെ ഐറ്റംസിലൊക്കെ കയറാൻ. പണ്ടും നമ്മൾ നാട്ടിലേക്കൊക്കെ പോകുമ്പോൾ തൃശ്ശൂർ എക്സിബിഷൻ അങ്ങനെയുള്ള വാട്ടർ തീം പാർക്കിലേക്കൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനത്തെ എല്ലാ സാധനത്തിലും കയറും.
നല്ല പേടിയുണ്ടെങ്കിലും ഞാൻ എല്ലാത്തിലും കയറി കിടന്നു ഊളി. അത് കഴിഞ്ഞ് നേരെ ഞങ്ങൾ ഒരു 3D ഷൂട്ടിംഗ് തിയേറ്ററിൽ പോയി. ജോസ് ഒന്നിലും കയറിയിട്ടില്ല കേട്ടോ, ജോസ് ഒന്നിലും കയറിയില്ല. ഞങ്ങൾ 3 പേരാണ് അങ്ങ് എൻജോയ് ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ ജോസ് പറഞ്ഞു നിങ്ങൾ കയറിക്കോ എന്ന് പറഞ്ഞ് ആൾ ചുമ്മാ ഫുഡൊക്കെ അടിച്ച് പുറത്ത് നടക്കായിരുന്നു. അപ്പോൾ ഇതൊരു അടിപൊളി എക്സ്പീരിയൻസ് തന്നെയാണ് കുട്ടികൾക്ക്, സ്പെഷ്യലി 3D ആയതുകൊണ്ട് അവിടെ നിന്ന് ഇവിടെ നിന്നും വെള്ളം ചീറ്റിലും എല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. എന്തായാലും ലയോണും ലെയറും ഞങ്ങളിതിൽ 2 ടൈംസ് കയറി, അത്ര അധികം ഇഷ്ടമായി. അത് കഴിഞ്ഞ് പിന്നെ ഈ ഹോഴ്സ് റൈഡിലും കയറി. അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട് അവിടെ ചെയ്യാൻ. നമുക്ക് പറ്റാവുന്നതൊക്കെ നമ്മൾ കവർ ചെയ്ത് അവരെ എൻജോയ്മെൻ്റ് ആക്കാൻ പറ്റുന്ന സാധനങ്ങളിലൊക്കെ കയറി നമ്മൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. ഈ റൈഡ് മുകളിലും അടിയിലും നമുക്ക് ഇരിക്കാം കേട്ടോ, എവിടെ വേണമെങ്കിലും ഇരിക്കാം. അപ്പോൾ അവർക്ക് മുകളിലിരിക്കണം എന്നുണ്ടായിരുന്നു. എന്തായാലും അവരെല്ലാവരും സൂപ്പർ ഹാപ്പി ആയിരുന്നു. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് നല്ല വിശപ്പിൻ്റെ വിളിയൊക്കെ വന്നു. ഇപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ ഫുഡ് കഴിക്കാൻ പോയി. കാരണം ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഫുൾ ആക്ടിവിറ്റീസ് ചെയ്ത് നടക്കുമായിരുന്നു, ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സോ നേരെ ഇത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 3 o'clock ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഉച്ചയ്ക്കത്തെ ഫുഡൊക്കെ അടിച്ചിട്ടാണ് ഇറങ്ങിയത്. അതുകൊണ്ട് ഇപ്പം നമ്മൾ ഓർഡർ ചെയ്തതും എല്ലാം ഇങ്ങനെ ഈ ഫ്രൈസുകളായിരുന്നു, ലൈക്ക് സ്ക്വിഡ് ഫ്രൈ, പ്രോൺസ് ഫ്രൈ, പിന്നെ ഫ്രഞ്ച് ഫ്രൈസ്, ഇതൊക്കെയായിരുന്നു. എന്തായാലും അവർക്ക് നല്ല ഇഷ്ടമായി. സ്ക്വിഡ് ഫ്രൈ നമ്മൾ ഇതുവരെ വീട്ടിലൊന്നും ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അവർക്ക് നല്ല ഇഷ്ടമായി. നമ്മുടെ കൂന്തൽ ഫ്രൈ നല്ല അടിപൊളിയായിരുന്നു. അവർക്ക് അങ്ങനത്തെ ഫ്രൈസൊക്കെ കഴിച്ച് അവർ വയറ് ഫുള്ളായി. പിന്നെ കുഞ്ഞു മിനി ഡോണറ്റ്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതൊരു അടിപൊളിയായ സാധനം കേട്ടോ, അവിടെ വന്നു കഴിഞ്ഞാൽ ട്രൈ ചെയ്യേണ്ട ഒരു സാധനമാണ്. അപ്പോൾ ഞങ്ങളൊരു ഫിഷ് ഫ്രൈ ഓർഡർ ചെയ്തു. അടിപൊളിയായിരുന്നു ആ സാധനം, നല്ല സോഫ്റ്റായിരുന്നു, ഉള്ളൊക്കെ നല്ല ചൂടായിരുന്നു. അപ്പോൾ ഞങ്ങളിത് ഈ ഒരു പ്ലേസ്, സെയിം പ്ലേസിൽ ഞങ്ങൾ 7 കൊല്ലം മുന്നേ ഞങ്ങൾ അവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് അവിടെ തന്നെ ഇരിക്കണമെന്നുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ ഇരുന്ന് അടിപൊളിയായി ഫുഡൊക്കെ കഴിച്ചു. Keith goes through the thing. You're going to get this on video? That video? Yep. Yeah, ready? Roll. Ready? അപ്പോൾ ജോസ് റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവർ ചോദിച്ചു റെക്കോർഡ് ചെയ്യാണോ എന്ന്. എന്താ പറയുക, നാട്ടിലെ പോലെ ഒരു കുഞ്ഞ് സർക്കസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഇതൊക്കെ കണ്ടു നിന്ന് ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഇനിയും കുറേ കാണാനുണ്ട് കേട്ടോ, പക്ഷെ ഞങ്ങൾക്ക് നേരം ഉണ്ടായിരുന്നില്ല. പിന്നെ വീട്ടിലേക്കും ഇച്ചിരി മടുപ്പൊക്കെ ആയി തുടങ്ങി. ഞങ്ങൾ അവസാനം ഇറങ്ങി. നല്ല വെയിലാട്ടോ. ഇപ്പോൾ സമയം എത്രയാണെന്നറിയോ, 7:30 വൈകിട്ട്. ഇവിടെ ഇപ്പോൾ സമ്മറൊക്കെ ആയതുകൊണ്ട് ഒരു 8-8:30 സൺസെറ്റൊക്കെ നടക്കുന്നത്. കാറിൽ കയറി ഒരു 10 minutes കഴിഞ്ഞപ്പോൾ തന്നെ അവർ ഉറക്കായി. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ ഈ കേക്ക് കട്ടിങ് പരിപാടി ഇപ്രാവശ്യം വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടൊരു കുഞ്ഞ കപ്പ് കേക്ക് ജസ്റ്റ് കട്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും ബൈ ബൈ.